ആ കൗൺസിലർമാരുടെ വീടുകളിൽ അവരവരുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾ സമ്മർദ്ദത്തിന് വേണ്ടി നടക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ കേരളത്തിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് എറണാകുളം ജില്ലയിലെ കോർപ്പറേഷൻ, എറണാകുളം ജില്ലയിൽ ഞാൻ പറയത്തില്ല, കോർപ്പറേഷൻ അധീനതയിൽ വളരെ രൂക്ഷമായി അതിതീവ്രമായി ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി മാറുകയും ഈ കോർപ്പറേഷൻ അധികാരിന്റെ മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ മേയറാക്കുമെന്ന പരസ്യമായ ധാരണയിലായിരുന്നെങ്കിലും എല്ലാവരും മൗന സമ്മതത്തോടു കൂടിയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഗ്രൂപ്പിൻ്റെ ശക്തി തെളിയിക്കാനും ഗ്രൂപ്പിൻ്റെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കാനും വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് അത്. ആ തീരുമാനം ഈ കോർ കമ്മിറ്റി വിളിച്ചുകൂട്ടാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് കാരണം. ദീപ്തി മേരി വർഗീസ് ഒരു സാധാരണ ഒരു കൗൺസിലറായിട്ടോ KPC ജനറൽ സെക്രട്ടറി മാത്രമല്ല. ദീപ്തി മേരി വർഗീസ് 16ാമത്തെ വയസ്സിൽ മഹാരാജ് കോളേജിൽ, ഞാനൊക്കെ പഠിച്ച മഹാരാജ് കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന് SFIക്കാരുമായി പടപെറുതിയ ഒരു വനിതയാണ്. അവർ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിക്കൊണ്ട്, DCC ഭാരവാഹിക്കൊണ്ട് നിരവധി പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന ഒരാളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അവർക്കൊരു ഗ്രൂപ്പും ഇല്ല, ഞങ്ങൾക്കാർക്കും ഒരു ഗ്രൂപ്പും ഇല്ല, ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർന്നാൽ രക്ഷപ്പെടുത്തി തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെ ആ ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ ഭാഗമായിട്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പരാതി KPCC പരിഗണിക്കേണ്ടതല്ല. അല്ല, ഞങ്ങൾക്കാർക്കും ഭീഷണിയില്ല. കൗൺസിലർമാരെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാണ് സീറ്റ് തന്നത് എന്നൊക്കെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർണായകമായ സമയത്ത് ചില ആളുകളെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ ഈ എറണാകുളം ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മേയർമാരെ, ചെയർമാൻമാരെ എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഗ്രൂപ്പിൻ്റെ യാതൊരു അതിപ്രസരവും ഇല്ലാതെ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോർപ്പറേഷനിൽ മാത്രമാണ് ഗ്രൂപ്പ് അതിപ്രസരം വന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. തലേന്ന് രാത്രി വ്യാപകമായ കൗൺസിലർമാരെ സ്വാധീനിക്കാനും മറ്റ് പല ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി അവരെ വിളിച്ചിരുത്തി സംസാരിക്കുക. അങ്ങനെ KPCC ആൾ വന്ന്, നിഷ്പക്ഷമായ ഒരാൾ വന്ന് ഈ കൗൺസിലർമാർ ചോദിക്കണം. അല്ലെങ്കിൽ ഒരു ബാലറ്റ് വോട്ടിംഗ് നടത്തണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ തലേ ദിവസം നടന്ന് ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ അതിനെ ഇരുന്നു കൊണ്ട് അവരോട് അഭിപ്രായം ചോദിക്കുക, എന്നിട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുക. ആ പറയുന്നത് വളരെ വിചിത്രമായ നിലപാട്. തീർച്ചയായിട്ടും ഒരു അജണ്ട ഉണ്ടാകാം. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ആ മേയറാക്കാതിരിക്കാനുള്ളൊരു ഓപ്പറേഷൻ, അതിന് ഒരു സംവിധാനം, ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. ഇത്രയും കാലം ഇല്ലാതെ കുറേ കാലമായി എല്ലാവരും സഹിച്ചും പുറത്തു നിൽക്കുന്ന ആ ഗ്രൂപ്പ് സംവിധാനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണോ കൊച്ചിൻ കോർപ്പറേഷനിൽ ഈ ഓപ്പറേഷൻ നടത്തിയതിനെ കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. പ്രതിപക്ഷ നേതാവിന്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ മറ്റു കാര്യങ്ങളും പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിലൊരു മൂകസാക്ഷിയായോ അല്ലെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഇടപെടൽ ഇതിനകത്ത്? പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇലക്ഷൻ ക്യാമ്പയിനിങ് അത്തരം കാര്യങ്ങളിൽ നിന്നു എന്നല്ലാതെ ഏതായാലും ഞങ്ങൾ 2 പ്രാവശ്യം കൊച്ചിൻ കോർപ്പറേഷൻ കോർ കമ്മിറ്റി കൂടിയപ്പോഴും അല്ലാത്തപ്പോഴും പ്രതിപക്ഷ നേതാവ് പ്രത്യക്ഷമായി ഇടപെടുകയോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് എടുത്തു നിൽക്കുകയോ ചെയ്തതായിട്ട് അറിയത്തില്ല. അദ്ദേഹം ഇടപെട്ടു എന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹം ഈ ഗ്രൂപ്പിന് സ്വാഭാവികമായിട്ട് കൂടിയാലോചനകളൊക്കെ നടക്കേണ്ടതല്ല. അല്ല, അദ്ദേഹം കൂടിയാലോചനയ്ക്ക് വന്നിട്ടില്ല, അദ്ദേഹത്തുമായി കൂടിയാലോചന നടന്നിട്ടില്ല. അദ്ദേഹം ഈ ഗ്രൂപ്പ് ഇതുപോലെയുള്ള തീവ്ര ഗ്രൂപ്പിനെ പരിപോഷിപ്പിക്കുമെന്ന ഒരു വിശ്വാസവും എനിക്കില്ല. അദ്ദേഹം അറിയാതെ ആയിരിക്കാം പക്ഷേ ഇത്രയേറെ ഗ്രൂപ്പ്. പക്ഷെ എല്ലാവരും അല്ലേ ഇത്ര ഭൂരിപക്ഷം ഞങ്ങൾക്ക്, ഇത്ര 22 പേര് ഞങ്ങൾക്ക്, 13 പേര്. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയറാക്കേണ്ട എന്ന തീരുമാനത്തിനെതിരെ ഗ്രൂപ്പ് തർക്കമാണ് കാരണമെന്ന വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.